ഹായ് ഫ്രണ്ട്സ്, തിരുവോണമായിട്ട് എന്താ പരിപാടി? എല്ലാവർക്കും ഞാൻ രാവിലെ കുളിച്ച് റെഡിയായി അത്തപ്പൂക്കളം ഇടാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇന്നലെ രാത്രി ഇന്ന് വെളുപ്പിന് എല്ലാം മഴയായിരുന്നു. അത് കാരണം പൂക്കളെല്ലാം ഇങ്ങനെ പൊഴിഞ്ഞും പോയി, അതുപോലെ തന്നെ അളിഞ്ഞ് ഒരു വകയ്ക്കും കൊള്ളത്തില്ല, വെള്ളം പിടിച്ചിരിക്കുകയാണ്. എന്തായാലും ഉള്ള പൂക്കളൊക്കെ നമുക്കിങ്ങനെ പറിച്ചെടുത്ത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു അത്തപ്പൂക്കളം ഇട്ടാലോ. എൻ്റെ ദേവനന്ദയിലാണെങ്കിൽ 2 ദിവസം മുമ്പ് വരെ ഞാൻ നോക്കുമ്പോഴൊന്നും പൂക്കളില്ല, ഇങ്ങനെ മൊട്ടായിട്ട് നിൽക്കുക. പക്ഷേ ഇന്ന് നോക്കിയപ്പോൾ ഇഷ്ടം പോലെ പൂക്കളുണ്ട്. പക്ഷേ ഞാൻ ഒത്തിരിയൊന്നും പറിച്ചില്ല, അങ്ങ് മുകളിലാണ് നിൽക്കുന്നത്. പിന്നെ കുറച്ച് വെള്ളപ്പൂക്കളും ഒക്കെ കൂടെ ഞാൻ പറിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു സിമ്പിളായിട്ട് നമുക്ക് പൂക്കളയിടാം. പിന്നെ ഓണത്തിൻ്റെ വിശേഷങ്ങളും കൂടെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ തിരുവോണത്തിന് മോൻ പൂക്കളയിടാം എന്നൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. പക്ഷേ ഇന്നലെ ഫ്രണ്ട്സിൻ്റെ കൂടെ സൈക്കിൾ അങ്ങാണ്ട് ഓടിക്കാൻ പോയി, സൈക്കിളിൽ നിന്ന് മറിഞ്ഞ് വീണ് മുട്ട് കുറേ തൊലി പോയിരിക്കുക കേട്ടോ. അത് കാരണം കുത്തിയിരുന്ന് പൂക്കളം ഇടാനൊന്നും ആളിന് വയ്യ. അത് കാരണം എനിക്ക് ചെറിയ പൂക്കളൊക്കെ ഇങ്ങനെ അടർത്തി തരുന്നേ ഉള്ളൂ. ഇങ്ങനെ പറഞ്ഞിരിക്കുക, മോൻ ഇപ്രാവശ്യം ഇടാൻ പറ്റിയില്ല എന്നും പറഞ്ഞിട്ട് സങ്കടം പറയുക കേട്ടോ. എനിക്കും ശരിക്കും പറഞ്ഞാൽ ഇന്ന് പൂക്കളം ഇടാൻ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. കാരണം മോൻ ഇട്ടോളൂ എന്ന് ഓൾറെഡി എൻ്റെ മൈൻഡ് സെറ്റാക്കി വെച്ചേക്കുമായിരുന്നു. പെട്ടെന്ന് അവന് പറ്റത്തില്ല എന്നുള്ള ഒരു കണ്ടീഷനായപ്പോൾ പിന്നെ തിരുവോണം അല്ലേ, ബാക്കി 2 ദിവസം ഇട്ടിട്ട് ഇന്ന് ഇട്ടില്ലേലും ഒരു സുഖമില്ല. അതുകൊണ്ടാണ് പിന്നെ ശരി എന്തായാലും നമുക്ക് പൂക്കളം ഇടാമെന്ന് ഓർത്തു. അങ്ങനെ രാവിലെ തന്നെ ഞങ്ങളെല്ലാവരും കുളിച്ച് റെഡിയായി. ഞങ്ങൾക്കെല്ലാം പുതിയ ഡ്രസ്സാണ് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഇത്രയും കാലം ഞങ്ങൾ ഓണത്തിനോ ക്രിസ്മസിനോ ഈസ്റ്ററിനോ അങ്ങനെ പുതിയ ഡ്രസ്സ് എടുക്കാറേ ഇല്ല. അതെന്താണെന്നറിയത്തില്ല, കൊച്ചിലേ മുതൽ അതങ്ങ് ശീലിച്ചു. കുഞ്ഞിനാണെങ്കിലും എടുത്തു കൊടുക്കാറൊന്നുമില്ല. പക്ഷേ ഇപ്രാവശ്യം ഉണ്ടല്ലോ ഒരു സ്പെഷ്യലായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും, എനിക്കും കുഞ്ഞിനും മമ്മിക്കും എല്ലാവർക്കും പുതിയ ഡ്രസ്സുണ്ട്. അതും ഒരു പ്രത്യേകം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് സ്പോൺസർ ചെയ്താണ് കേട്ടോ. അവൾ വിളിച്ചിട്ട് ഉറപ്പായിട്ട് ഓണത്തിന് ഡ്രസ്സ് എടുക്കണം, ഞാൻ അതിൻ്റെ കാശ് ഇട്ടേക്കാമെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ട് തന്നെയാണ്. എനിക്കാണെങ്കിൽ ഒരു താല്പര്യമില്ലായിരുന്നു കടയിൽ പോയി ഡ്രസ്സൊക്കെ എടുക്കാൻ. പക്ഷേ അവളുടെ നിർബന്ധം കാരണമാണ് കേട്ടോ ഞാൻ പോയി ഡ്രസ്സ് എടുത്ത. 3 പേർക്കും ഡ്രസ്സ് എടുത്തു. അതിപ്പോൾ എടുത്തു കൊണ്ട് കൊടുത്തപ്പോൾ മോൻ ഒത്തിരി സന്തോഷമായി. ഞാൻ ആ വീഡിയോ കാണിക്കാവേ നിങ്ങളെ. ആദ്യമായിട്ട് എൻ്റെ കുഞ്ഞിന് ഓണത്തിന് ഡ്രസ്സ് എടുത്തിരിക്കണേ, തുറന്ന് നോക്ക്. ഇഷ്ടപ്പെട്ടു ഡിസൈൻ ഉള്ളത് കറക്റ്റ്. ഹാപ്പി ഓണം, ഹാപ്പി ഓണം. എന്റെ വക ഒരു ഹാപ്പി ഓണം. വേറൊന്നുമല്ല, നൈറ്റിയാ, ഒരു നൈറ്റി, മറ്റേ 2 നൈറ്റിയുടെ തുണി. അത് എനിക്ക് തയ്ച്ചെന്നാലും ഞാനൊന്നും പറയൂല. എനിക്കുണ്ട് ഓണത്തിന് പുത്തൻ, ആദ്യമായിട്ടാണ് ഓണത്തിന് ഒരു പുതിയ ഡ്രസ്സ് മേടിക്കുന്നത്. ഇത്രയും കാലം മേടിച്ചിട്ടില്ല. കുഞ്ഞിലെ ആന്റിമാരൊക്കെ മേടിച്ചു തരുമായിരുന്നു ഓണത്തിന്. ഇത് പാൻറ് കോട്ട് സെറ്റാണ് മേടിച്ചത്. എനിക്ക് ഇതുവരെ ആയിട്ടില്ല കോട്ട് സെറ്റ്. അപ്പോൾ ഒരു മോഹം. കൊള്ളാവോ? പാൻറ് ഷോൾ ഇതിന് വരത്തില്ല. അത് കാരണം നമുക്കിവിടെ ഷോൾ ഇടാതെ പറ്റത്തില്ലല്ലോ. ഒരു ഷോളും മേടിച്ചു. ഇഷ്ടപ്പെട്ടോ? അങ്ങനെ നമ്മുടെ ഇക്കൊല്ലത്തെ ഓണത്തിന് ഞങ്ങൾക്ക് എല്ലാവർക്കും പുത്തൻ ഡ്രസ്സായിട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അത്തപ്പൂക്കളം ഞാൻ ഇട്ട് തുടങ്ങിയപ്പോൾ മോനും മമ്മിക്കും ഒന്നും ഇഷ്ടപ്പെട്ടില്ല. ഇതിൻ്റെ ഷേപ്പ് ശരിയല്ല, ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ ഇപ്പോൾ ഇട്ട് വരുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കുഴപ്പമില്ല, കൊള്ളാം എന്നുള്ള ഒരു അഭിപ്രായത്തിൽ വന്ന് നിൽക്കുകയാണ്. എന്തായാലും നമുക്കൊന്ന് ഫൈനൽ ലുക്കും കൂടെ കണ്ടിട്ട് ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാം. നിങ്ങളോട് ഒന്ന് അഭിപ്രായം പറയണേ. എൻ്റെ ഈ കൊല്ലത്തെ തിരുവോണത്തിൻ്റെ അത്തപ്പൂക്കളം എങ്ങനെ കൊള്ളാവോ ഇല്ലയോ എന്നെല്ലാം. ഇങ്ങനെ എന്താ പറഞ്ഞ നനവ് പിടിച്ച മഴ പെയ്ത് നനഞ്ഞ പൂക്കളാണ്. അപ്പോൾ തറയും മൊത്തം ഇങ്ങനെ നനഞ്ഞിട്ടുണ്ട്. എന്തായാലും പൂവിൻ്റെ നിറം അതുപോലെ തന്നെ ഉണ്ടല്ലോ, അത് മങ്ങിയിട്ടില്ല. അത് കാരണം രസമുണ്ട്. അവസാനം ഞാൻ കുറച്ച് പച്ചയിലയും എല്ലാം കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊരു പൂക്കളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തിരുവോണമായിട്ട് നിങ്ങൾക്കൊക്കെ എന്തൊക്കെയാണ് പരിപാടി? എല്ലാവരും സദ്യയൊക്കെ കഴിച്ചോ? എത്ര കൂട്ടം പായസം ഉണ്ടായിരുന്നു? ഞങ്ങൾ സദ്യ ഒന്നും വെച്ചിട്ടില്ല കേട്ടോ. കാരണം ചേട്ടൻ ഇവിടെ ഇല്ല, നാട്ടിലാണ്. അച്ഛൻ മരിച്ചല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങൾ സദ്യയായിട്ടൊന്നും ഒരുക്കിയിട്ടില്ല, പായസവും ഇല്ല, ഒന്നുമില്ല. വെറുതെ ഒരു അത്തപ്പൂക്കളം ഇട്ടു, അത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഈ കൊല്ലത്തെ ഓണം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ, അതായത് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക ഓണാശംസകൾ കേട്ടോ. അപ്പോൾ പൂക്കളം എങ്ങനെ ഇഷ്ടപ്പെട്ടോ? അതുകൊണ്ട് അവസാനം ഞാനൊരു ഇലയും കൂടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. ഈ ഇല തന്നെയാണ് ഞാൻ ആദ്യത്തെ ദിവസത്തെ അത്തപ്പൂക്കളത്തിന് വെച്ചത്. അതപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതിൻ്റെ നിറവും നല്ല ഒരു ഡാർക്ക് പച്ചയാണ്. പിന്നെ അതിൻ്റെ ഡിസൈനും നല്ല രസമുണ്ട്. അപ്പോൾ പിന്നെ ബോർഡറായിട്ട് അത് കൊടുക്കാൻ ഓർത്തു. അങ്ങനെ ഞാൻ ആ ബോർഡറും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ അത്തപ്പൂക്കളം ഇഷ്ടപ്പെട്ടോ? ഞങ്ങളുടെ ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ടോ? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഹാപ്പി ഓണം. എന്നാൽ പിന്നെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.